എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിഷ്ണുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ചിങ്ങം 1 എന്ന് പറയുന്നത് വെറും ഒരു മാസമല്ല, ഒരു പുതിയ വർഷത്തിൻ്റെ പുതിയ പ്രതീക്ഷകളുടെ തുടക്കമാണ് അല്ലേ? കഷ്ടപ്പാടുകളുടെ കർക്കിടകം മാറി ഐശ്വര്യത്തിൻ്റെ ചിങ്ങമാസം പിറക്കുമ്പോൾ പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാറുള്ളത്. എന്നാൽ ഈ ചിങ്ങം 1 ശേഷം പ്രകൃതിയും ഗ്രഹങ്ങളും ചില നക്ഷത്രങ്ങൾക്കായി ഒരുക്കുന്നത് അപൂർവമായ രാജയോഗമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ചിങ്ങം 1 ശേഷം ഇവരുടെ കയ്യിൽ നിന്നും 1 രൂപ വാങ്ങിയാൽ ഇവർക്ക് രാജയോഗം. അതെ, ചില പ്രത്യേക നക്ഷത്രക്കാരുണ്ട്. ഈ ചിങ്ങമാസത്തിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ 1 രൂപ നാണയം വാങ്ങി സൂക്ഷിച്ചാൽ, അല്ലെങ്കിൽ അവർ മറ്റുള്ളവർക്ക് അത് നൽകിയാൽ 2 കൂട്ടർക്കും വലിയ രീതിയിലുള്ള ധനലാഭവും ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും. ആരാണ് ആ ഭാഗ്യശാലിയായ നക്ഷത്രക്കാർ? എന്തുകൊണ്ടാണ് ചിങ്ങമാസം ഇവർക്ക് ഇത്രമാത്രം സവിശേഷമാകുന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ വിശദമായി പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. സുഹൃത്തുക്കളെ, ജ്യോതിഷപരമായി ചിങ്ങമാസത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. സൂര്യൻ തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണിത്. സൂര്യൻ ആദിത്യനാണ്. ആത്മാവിൻ്റെയും അധികാരത്തിൻ്റെയും പ്രശസ്തിയുടെയും ഒക്കെ പ്രതീകമാണ് സൂര്യൻ. സൂര്യൻ സ്വന്തം വീട്ടിൽ ബലവനായി നിൽക്കുകയാണെങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ജാതകത്തിൽ വലിയ യോഗങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. ഈ വർഷത്തെ ചിങ്ങമാസത്തിൽ ഗ്രഹനില പരിശോധിച്ചാൽ ഗുരുവിൻ്റെയും ശുക്രൻ്റെയും അനുകൂലമായ ഭാവങ്ങൾ പല രാശിക്കാർക്കും വലിയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. കടബാധ്യതകൾ തീരാനും മുടങ്ങി കിടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനും വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ ഒക്കെ നടക്കാനും ഈ സമയം കാരണമാകുന്നു. ഈ ഒരു അനുകൂല സാഹചര്യത്തിലാണ് ധനലക്ഷ്മി യോഗം ഇവരിൽ ഉണരുന്നത്. അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാരുടെ കൈപുണ്യം ഈ മാസത്തിൽ വർദ്ധിക്കുന്നത്. 1ാമത്തെ നക്ഷത്രം രോഹിണി. ഈ പട്ടികയിൽ ആദ്യമായി വരുന്നത് രോഹിണി നക്ഷത്രക്കാരാണ്. ചിങ്ങം 1 ശേഷമോ ചിങ്ങം 1 രോഹിണി നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യകാലമാണ്. ചന്ദ്രൻ്റെ സ്വഭാവമുള്ള ഇവർക്ക് ചിങ്ങമാസത്തിൽ സൂര്യൻ്റെ ബലം കൂടി കിട്ടുന്നതോടെ സാമ്പത്തികമായി വലിയ മുന്നേറ്റമായിരിക്കും ഉണ്ടാവുക. ഇവരുടെ കയ്യിൽ എപ്പോഴും പണം തങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും 1 രൂപ വാങ്ങി സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതായിരിക്കും. കടം വാങ്ങാനല്ല ഉദ്ദേശിച്ചത്, ഒരു സമ്മാനമോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ പ്രസാദമായോ ഇവരുടെ കയ്യിൽ നിന്നും 1 രൂപ വാങ്ങിക്കാം. അടുത്ത നക്ഷത്രം മകമാണ്. മകം പിറന്ന മങ്കമാർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രമാണ് മകം. അതുകൊണ്ട് തന്നെ സൂര്യൻ സ്വന്തം നക്ഷത്രക്കാരായ ഇവർക്ക് ഈ ചിങ്ങമാസത്തിൽ ഔദ്യോഗിക രംഗത്തും ബിസിനസ്സിലും വൻ വിജയങ്ങൾ നൽകും. രാജകീയമായി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. ഇവരുടെ കൈ തൊട്ട് തരുന്ന പണം മറ്റുള്ളവർക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരുന്നതായിരിക്കും. ഇവർ മറ്റുള്ളവർക്ക് പണം കൊടുക്കുമ്പോൾ അത് ഇരട്ടിയായി ഇവരുടെ അടുക്കളിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നതായിരിക്കും. 3ാമതായി വരുന്ന ചോതി നക്ഷത്രമാണ്. രാഹുവിൻ്റെ സ്വാധീനമുള്ള ചോതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ കാലമായി വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ചിങ്ങം 1 ശേഷം ഈ ദുരിതങ്ങളെല്ലാം മാറി അപ്രത്യക്ഷമായ ധനലാഭമാണ് ഇവരെ തേടി വരുന്നത്. ഇവർ 1 രൂപ മറ്റാർക്കെങ്കിലും കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി മാറുകയും വാങ്ങുന്ന ആൾക്ക് വലിയ ഐശ്വര്യവും ലഭിക്കുകയും ചെയ്യുന്നതാണ്. ബിസിനസ് പങ്കാളികൾ ചോതി നക്ഷത്രക്കാരാണെങ്കിൽ ഈ സമയം ബിസിനസ്സിൽ വലിയ ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. 4ാമത്തെ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. ശുക്രൻ്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ് പൂരാടം. ചിങ്ങമാസത്തിലെ ഗ്രഹമാറ്റം പൂരാടം നക്ഷത്രക്കാർക്ക് ആഡംബര വസ്തുക്കൾ വാങ്ങാനും വീട് പണി പൂർത്തിയാക്കാനും ഒക്കെ സഹായിക്കുന്നതായിരിക്കും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി ഉള്ള ഒരു നക്ഷത്രമാണ് ഇത്.
ഇവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നത് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കാൻ സഹായിക്കുന്നതായിരിക്കും. അവസാനമായി ഈ പട്ടികയിൽ വരുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. വളരെ ശാന്ത സ്വഭാവക്കാരായ ഇവർക്ക് ചിങ്ങം 1 ശേഷം കരിയറിൽ വലിയ വളർച്ച ഉണ്ടാവുന്നതായിരിക്കും. ഭാഗ്യദേവത ഇവരുടെ കൂടെ ഉണ്ടാകും. ഇവരുടെ കൈപുണ്യം വളരെ പ്രശസ്തമാണ്. ഈ ചിങ്ങമാസത്തിൽ ഇവർ മറ്റുള്ളവർക്ക് നൽകുന്ന പണം വലിയൊരു ഭാഗ്യമായി മാറുകയും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 5 നക്ഷത്രക്കാർക്കും രാജയോഗം ഉണ്ട് എന്ന് കരുതി വെറുതെ ഇരുന്നാൽ പോരാ. ആ യോഗം പൂർണ്ണമായി അനുഭവത്തിൽ വരണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ നക്ഷത്രക്കാർ ചിങ്ങം 1 രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായി അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുക. സൂര്യഭഗവാന് പ്രാർത്ഥനകൾ അർപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്നും 1 രൂപ നാണയം എടുത്ത് പൂജാമുറിയിലെ പോയി ലക്ഷ്മി ദേവിയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കോ അത് 1 രൂപ നാണയം നൽകുക. ഈ പണം വാങ്ങുന്ന ആളുകൾ അത് വെറുതെ ചിലവാക്കി കളയരുത്. ഒരു മഞ്ഞ പെട്ടിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ പൊതിഞ്ഞ് നിങ്ങളുടെ പേഴ്സിലോ ലോക്കറിലോ സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ ധനത്തെ ആകർഷിക്കാൻ സഹായിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു വഴിവിളക്കാണ്. നമ്മുടെ കർമ്മമാണ് ഏറ്റവും വലിയ പ്രധാനം. ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് വരുന്നത്. അത് കൃത്യമായി വിനിയോഗിച്ചാൽ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിരിക്കും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും ഈ സമയം ഉപയോഗിക്കുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്തു നൽകുക. അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. ചിങ്ങമാസം എല്ലാവർക്കും ജീവിതത്തിൽ വലിയ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.